ഇനി ഒരു സ്പോർട്സ് വാർത്ത നോക്കാം. രഞ്ജി ട്രോഫി കേരള ടീമിനെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് അസ്റുദ്ദീൻ നായകനാകും. ദുലീപ് ട്രോഫിയിൽ സൗത്ത് സോണിന്റെ ക്യാപ്റ്റനായിരുന്നു അസ്റുദ്ദീൻ. മുൻ നായകൻ സച്ചിൻ ബേബി ടീമിൽ തുടരും. 15 ടീമിൽ സഞ്ജു സാംസണും ഉണ്ടാകും. ടി എസ് ഹരീഷ് വിവരങ്ങൾ വേണ്ട. ഹരി, അങ്ങനെ ടീമായിരിക്കുന്നു. രഞ്ജിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ്. സഞ്ജുവിന്റെ ഒരു സാന്നിധ്യവും അത് വലിയ തോതിൽ ടീമിനെ മൊത്തത്തിലൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. ആരൊക്കെയാണ് അംഗങ്ങൾ? സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കേരള ടീമിന്റെ ക്യാപ്റ്റനാണ്. സച്ചിൻ ബേബിയാണ് കഴിഞ്ഞ തവണ കേരള ടീമിനെ രഞ്ജി ട്രോഫിയിൽ നയിച്ചിരുന്നത്. പക്ഷേ സച്ചിനെ മാറ്റി ഭാവി കണ്ടുകൊണ്ടാണ് മുഹമ്മദ് അസ്റുദ്ദീനെ ഇപ്പോൾ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്. അതായത് ഒക്ടോബർ 15-നാണ്, ഈ മാസം 15-ാം തീയതിയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. മഹാരാഷ്ട്രക്കെതിരെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത്. ഇതിന് മുന്നോടിയായി ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടീമിന്റെ പരിശീലനമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അസ്റുദ്ദീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ സീസണിലാണ് നമ്മൾ ഫൈനൽ കളിക്കുന്നത്. അതിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് മുഹമ്മദ് അസ്റുദ്ദീൻ. അസ്റുദ്ദീനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന് വേണ്ടി റൺസ് നേടിയ ബാറ്ററും മുഹമ്മദ് അസ്റുദ്ദീനാണ്. നായകത്വത്തിന്റെ മികവിൽ സച്ചിൻ ബേബിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത്തവണ സച്ചിൻ ബേബി ടീമിലുണ്ട്, സഞ്ജു സാംസൺ ടീമിലുണ്ട്. അസ്റുദ്ദീന്റെ നേതൃത്വത്തിലായിരിക്കും ടീം മുന്നോട്ട് പോവുക. 15-നാണ് ആദ്യത്തെ മത്സരം.